നമസ്കാരം. ലോകമഹാന്മാരിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ലോകപ്രശസ്ത വനിതയാണ്. ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള നേഴ്സിങ്ങിന് അടിത്തറയിട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. വിളക്കേന്ത്യ വനിത എന്ന പേരിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലോകമാകെ വിസ്തൃതയായി തീർന്നു. കുടുംബജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് രോഗബാധിതരെയും മുറിവേറ്റവരെയും ശുശ്രൂഷിക്കുന്നതിൽ അർപ്പിക്കപ്പെട്ടതായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതം. 1854-1856 കാലഘട്ടത്തിലെ ക്രീമിയൻ യുദ്ധത്തിനിടയ്ക്ക് ഇറ്റലിയിൽ നിന്നുള്ള 40 അംഗ നേഴ്സിംഗ് സംഘത്തിലെ ഒരംഗമായി അവർ തുർക്കിയിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് ആർമി ഹോസ്പിറ്റലിലെത്തി. സ്തുത്യാർഹമായ സേവനമനുഷ്ഠിച്ചതിന് പുറമെ തൻ്റെ പണം ഉപയോഗിച്ച് ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഫ്ലോറൻസ് നൈറ്റിംഗേൽ തയ്യാറായി. നിസ്വാർത്ഥവും അക്ഷീണവുമായ സേവനത്തിലൂടെ ആലംബഹീനരായ രോഗികളെ ജീവിതത്തിൽ അവർ പ്രകാശം പരത്തി. രാത്രിയിൽ റാന്തൽ വിളക്കുമേന്തി രോഗികൾക്കിടയിൽ ഓടിയെത്താറുണ്ടായിരുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടു തുടങ്ങി. അവർ ലണ്ടനിലെ സെൻറ് തോമസ് ആശുപത്രിയിൽ നേഴ്സിംഗ് സ്കൂൾ ആരംഭിച്ചു. വൈദ്യസേവന രംഗത്ത് പ്രവേശിക്കുവാൻ നൈറ്റിംഗേൽ ബ്രിട്ടീഷ് വനിതകളെ പ്രേരിപ്പിച്ചു. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ 1820 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്വസ്ഥമായ കുടുംബജീവിതം നയിച്ചു കാണാനാണ് മാതാപിതാക്കൾ ആഗ്രഹിച്ചത്. ജർമ്മനിയിലും ഫ്രാൻസിലുമായി നൈറ്റിംഗേലിൻ്റെ നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയായി. നേഴ്സിംഗ് സംവിധാനത്തിൻ്റെ സംഘാടകയെന്ന നിലയിൽ ബ്രിട്ടനിലെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. 1910 90-ാമത്തെ വയസ്സിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇഹലോകവാസം വെടിഞ്ഞു. ഇത് ലോകത്തെ പ്രസിദ്ധരായ മഹാന്മാരായിട്ടുള്ള വനിതകൾക്കിടയിലെ ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.